മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പ്രൊഫസർ MK സാനു എഴുതിയ ജീവചരിത്ര കൃതിയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആരുടെ കൃതിയാണ്, ആരുടെ നോവലാണ് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത്? സംശയമൊന്നുമില്ല അല്ലെ, ബഷീർ എഴുതിയ വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട അല്ലെ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത്. എല്ലാവരും ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പാത്തുമ്മയുടെ ആട്? ഭയങ്കര രസമുള്ളൊരു കൃതിയാണ് അല്ലെ. അപ്പോൾ MK സാനു എഴുതിയ ജീവചരിത്ര കൃതിയിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ MK സാനു ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അല്ലെ എഴുതിയ അല്ലെ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് പറയുന്ന ജീവചരിത്ര കൃതിയാണ്. അതേപോലെ ചങ്ങമ്പുഴയെക്കുറിച്ചും, ചങ്ങമ്പുഴയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ചങ്ങമ്പുഴ, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് പറയുന്ന കൃതിയും എഴുതിയത് MK സാനു ആണ് അല്ലെ. ഇങ്ങനെ മലയാളത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ് MK സാനു. അപ്പോൾ ജീവചരിത്രങ്ങള്, അതേപോലെ ലേഖനങ്ങള് അല്ലെ, പഠനങ്ങൾ, നോവലുകൾ, ചെറുകഥ, ഇങ്ങനെ വ്യത്യസ്ത സാഹിത്യ മേഖലകളിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചിന്തകനാണ്, വാഗ്മിയാണ്, എഴുത്തുകാരനാണ്. 1928 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ വീട്ടിലെ ഒരു സത്യമായിട്ടുള്ള കഥയാണ്. ആ വീട്ടിൽ നടന്നിട്ടുള്ള അല്ലെ പല സംഭവങ്ങളെയും സൂചിപ്പിക്കുന്ന ആ കഥാപാത്രങ്ങളൊക്കെ എന്താണ്, ആ വീട്ടിലുള്ള മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെയാണ് ആ നോവലിലുള്ളത്. ഓക്കെ, അപ്പോൾ സഹോദരിമാര്, സഹോദരന്മാര്, അവരുടെ കുട്ടികൾ, ആടുകൾ, പൂച്ച, എലി, കാക്ക, പ്രാണി, ഇങ്ങനെ ആ വീട്ടിൽ കഥാപാത്രങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയായിരുന്നു ബഷീറിന്റെ വീട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബഷീറിന്റെ സഹോദരിയായിട്ടുള്ള പാത്തുമ്മയുടെ ആടാണ് ഈ ഒരു കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ഊരു ചുറ്റലിന് ശേഷം എന്ത് ചെയ്യാണ്, സ്വസ്ഥത ആഗ്രഹിച്ചിട്ട് ആ വീട്ടിലേക്ക് വരികയാണ് അല്ലെ. ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് പല സ്ഥലങ്ങളിലൊക്കെ പോയി ബഷീർ വീട്ടിലേക്ക് വരികയാണ് അല്ലെ. അപ്പോൾ ആ സിറ്റുവേഷനിൽ ബഷീർ നേരിടുന്ന അനുഭവങ്ങളാണ് രസകരമായിട്ട് പാത്തുമ്മയുടെ ആട്ടിൽ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോവലിനെ കുറിച്ച് പ്രൊഫസർ MK സാനു എഴുതിയതാണ് നമ്മുടെ പാഠഭാഗം അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര കൃതിയിലെ ഒരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ബഷീറിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ, കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. 1994 അദ്ദേഹത്തിന്റെ കാലഘട്ടം അല്ലെ. 1994 അദ്ദേഹം മരിക്കുന്നത്. 1908 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനാണ് അല്ലെ. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെ. വൈക്കത്തിനടുത്തുള്ള തലയോല പറമ്പിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരങ്ങൾ പങ്കെടുത്തു, ഉപ്പു സത്യാഗ്രഹത്തിനും മറ്റും പങ്കെടുത്ത് ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് അല്ലെ. പിന്നെ അദ്ദേഹം പ്രേമലേഖനം എന്ന് പറയുന്ന കൃതി 1942 ജയിലിൽ അല്ലെ അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ്. ഒരുപാട് ബാല്യകാലസഖി, കഥാബീജം, ജന്മദിനം, ഓർമ്മക്കുറിപ്പ്, അനർഘനിമിഷം, ശബ്ദങ്ങൾ, ഇങ്ങനെ ഒരുപാട് കൃതികൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നോവലുകളിൽ ഒന്ന് തന്നെയാണ് ഇത് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന നോവലും. ഓക്കെ, ഒരുപാട് പുരസ്കാരങ്ങൾ, അനവധി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് ബഷീർ. അപ്പോൾ ബഷീറിന്റെ ഈ ഒരു കൃതിയിലെ പാത്തുമ്മയുടെ ആടിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യം എന്താണ്, തൻ്റേത് മാത്രമായ വാക്കുകളും പ്രയോഗങ്ങളും കൊണ്ട് മലയാളത്തിലെ മറ്റെല്ലാ എഴുത്തുകാരിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു ആര്, ബഷീർ അല്ലെ. ഈ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. എന്താണ് ചോദ്യം എന്ന് പറയുന്നത്, തൻ്റേതു മാത്രമായ വാക്കുകളും പ്രയോഗങ്ങളും കൊണ്ട് മലയാളത്തിലെ മറ്റെല്ലാ എഴുത്തുകാരിൽ നിന്നും എന്താണ് ഒറ്റപ്പെടുന്നത്. അതായത് വ്യത്യസ്തമായ എഴുത്ത് രീതിയാണ് ബഷീറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. തൻ്റേതു മാത്രമായ വാക്കുകളും പ്രയോഗങ്ങളും കൊണ്ട് ബാക്കിയുള്ള എഴുത്തുകാരിൽ നിന്നൊക്കെ എന്താണ് അദ്ദേഹം വ്യത്യസ്തനാണ്. അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി എന്ന് പറയുന്നത് അല്ലെ ഒരു നാടൻ ഭാഷയിൽ, അതായത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലാണ് എന്ത് ചെയ്തത്, ബഷീർ എഴുതിയിരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു വാമൊഴി ഭാഷ അല്ലെ, വരമൊഴി രചനകൾ, അതുവരെയുള്ള ആളുകളൊക്കെ എന്താണ് അച്ചടി ഭാഷയിലായിരുന്നു കൃതി എഴുതിയത്. അപ്പൊ ബഷീറാണ് എന്ത് ചെയ്തത്, ഈ സംസാരിക്കുന്ന ഭാഷയിൽ അല്ലെ. അപ്പൊ അത് ആളുകൾക്ക് കൂടുതൽ എന്താണ് അദ്ദേഹത്തിന്റെ കൃതികളെ അല്ലെ വായിക്കാൻ ഇഷ്ടപ്പെടുകയും നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയതൊക്കെ അത്തരത്തിലുള്ള എഴുത്ത് രീതിയിലൂടെയാണ്. അപ്പൊ വ്യാകരണത്തിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഷ അല്ലെ. അപ്പൊ ഹൃദയത്തിന്റെ ഭാഷയായിരുന്നു, സംസാര ഭാഷയായിരുന്നു അല്ലെ. ഒന്നും ചേർന്ന് കഴിഞ്ഞാൽ ഇമ്മടി ബല്ലി ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ് അല്ലെ. അപ്പൊ ആ സൂക്ഷ്മ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷാരീതി വളരെ പ്രത്യേകമായിട്ടുള്ള അല്ലെ പാമൊഴി ഭാഷയാണ്. നർമ്മബോധം അല്ലെ, തമാശ കലർന്നിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാഷയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. ഇങ്ങനെ ചുറ്റുമുള്ള പൊരുത്തങ്ങളെയും പൊരുത്തക്കേടുകളെയും ഒക്കെ എന്താണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഒരു നർമ്മത്തോടെ അല്ലെ, എത്ര വലിയ കാര്യത്തെയും എന്താണ് വളരെ അതേസമയം അനർഘനിമിഷം എന്നൊക്കെ പറയുന്ന കൃതിയൊക്കെ വേറൊരു ഭാഷാ ശൈലിയിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അറിയാത്തത് കൊണ്ടല്ല അല്ലെ, വിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നർമ്മബോധത്തെ
ജീവിതത്തെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ കാണിക്കുന്നത് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളെ മാറ്റിയിട്ടുള്ളത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ഒരു വാമൊഴി അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ലളിതമായിട്ടുള്ള ഒരു ഭാഷയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇതിലെ ഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബഷീർ കൃതികളിലെ ഭാഷ എന്ന് പറയുന്നത്. ഇതേപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് പാഠത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉഷാറാക്കണം. ലൈവുകളുണ്ട്, സെറ്റാക്കണം. ഇനി ഏതെങ്കിലും പാഠഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ മക്കൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.